എൻ മനമേ സ്തുതിക്ക നിന്നാഥനേ, എന്നുള്ളമേ വാഴ്ത്തുക നന്ദിയാ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 28-ാമത് വാക്യം ഇങ്ങനെ പറയുന്നു: അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ ഉത്തരം പറയുകയില്ല എന്നുള്ള വചനമാണ്. അത്യുന്നതനായ ദൈവത്തോട് ആഴമായി പ്രാർത്ഥിച്ചിട്ട് വിളിച്ചിട്ട് വിളി കേൾക്കാതിരിക്കുകയും ഉത്തരം പറയാതിരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. ദൈവത്തെ ആഴമായി വിളിക്കുന്ന വിളികളുണ്ട്. ചിലപ്പോൾ നാം വിളിച്ചിട്ട്, നാം പ്രാർത്ഥിച്ചിട്ട് വിളി കേൾക്കാതെയും ഉത്തരം നൽകാതെയും ഒക്കെ ഇരിക്കുന്ന ഘട്ടങ്ങൾ ജീവിതത്തിനകത്തുണ്ടായി എന്ന് വരാം. ശുദ്ധവചനത്തിൽ വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 44-ാം വാക്യത്തിൽ ഇസ്രായേൽ മക്കൾ സങ്കടത്തോടുകൂടി പറയുന്നതായൊരു വാക്കുണ്ട്: ഞങ്ങളുടെ പ്രാർത്ഥന കടക്കാതെ വണ്ണം നീ മേഘം കൊണ്ട് നിന്നെ തന്നെ മറച്ചു എന്നാണ്. സങ്കടത്തോടും വേദനയോടും കൂടി ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആഴമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അരികിൽ എത്താതെ വണ്ണം മേഘം കൊണ്ട് തന്നെ തന്നെ മറച്ചിരിക്കുന്നത് കൊണ്ട് അവരുടെ പ്രാർത്ഥന ഉയരത്തിലേക്ക് എത്തുന്നില്ല എന്നവർക്ക് തോന്നുന്നതായ ഘട്ടമാണ്. അവർ കടന്നു പോകുന്നതായ സാഹചര്യം എങ്ങനെയാണ്? ജീവിതം കുണ്ടറയ്ക്കകത്ത് കിടക്കുന്ന അനുഭവമാണ്. അവരുടെ മേൽ കല്ല് എറിയുന്നതായ പശ്ചാത്തലങ്ങളാണ്. വെള്ളം അവർക്ക് തലയ്ക്ക് മീതെ കവിഞ്ഞൊഴുകുന്നത് പോലെ കടന്നു വരുന്നതായ പശ്ചാത്തലമാണ്. ആഴമുള്ള കുണ്ടറയിലും നെടുവീർപ്പിട്ട് നിലവിളിക്കുന്നതായ നിലവിളിയുടെ മടുവിലൂടെയും അവർ കടന്നു പോകുന്നതായ പശ്ചാത്തലങ്ങളിലാണ് അവർ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ അവർ മുൻപോട്ട് കടന്നു പോകുന്നതായ പശ്ചാത്തലമുണ്ട്. പക്ഷേ അവരുടെ വിശ്വാസം അവർക്ക് നഷ്ടപ്പെടുത്തി കളയാതെ, ഇന്ന് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തന്നില്ല എങ്കിലും എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു സമയമുണ്ടെന്ന് അവർ നന്നായി വിശ്വസിക്കുകയും ആ നിലകളിൽ അവരതിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. 56-ാം വാക്യത്തിൽ പറയുന്നത്: എൻ്റെ നെടുവീർപ്പിനും എൻ്റെ നിലവിളിക്കും ചെവി പൊത്തിക്കളയരുതേ എന്നുള്ള എൻ്റെ പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നു. എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാതെ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരാതെ, നമ്മുടെ കണ്ണുനീരിന് ഉത്തരം തരാതെ ദൈവത്തിന് മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല. ഒരു സമയം ദൈവം വച്ചിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ ദൈവം നമ്മുടെ ചോദ്യങ്ങൾക്ക്, നമ്മുടെ പ്രാർത്ഥനകൾക്ക്, നമ്മുടെ സങ്കടങ്ങൾക്ക് എല്ലാം ഉത്തരങ്ങൾ ദൈവം നമുക്ക് നൽകുവാനിടയായിത്തീരും എന്നുള്ളതാണ്. അനീതിയുള്ള ഒരു ന്യായാധിപനെക്കുറിച്ച് സുവിശേഷത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. അനീതിയുള്ള ന്യായാധിപനാണെങ്കിൽ പോലും പിന്നത്തേതിൽ ഉത്തരം പറയേണ്ടി വരുമെന്നോർത്ത് പ്രതിക്രിയ നടത്തി ആ വിധവയായ സ്ത്രീയെ രക്ഷിക്കുന്നുവെങ്കിൽ, നാം സേവിക്കുന്ന, നാം സ്നേഹിക്കുന്ന, നാം തിരഞ്ഞെടുത്തിട്ടുള്ള അത്യുന്നതനായ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മോട് ഉത്തരം പറയുവാൻ അല്പം വൈകുന്നുവെങ്കിലും നമ്മോട് ഉത്തരം പറയാത്ത ഒരു ദൈവമല്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുവാൻ വൈകുന്നുവെങ്കിൽ ഉത്തമവും ശ്രേഷ്ഠവുമായിരിക്കുന്ന ഒരു മറുപടിയുടെ കാലം നമുക്കുണ്ടാകുമെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ആധികാരികമായി ഓർമ്മപ്പെടുത്തുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചില കാലങ്ങളായി നിങ്ങൾ ചില വിഷയങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരവും കിട്ടാതെ ഇപ്പോഴും നിങ്ങൾ ഭാരപ്പെട്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി നിശ്ചയമായിട്ടും താമസമില്ല ദൈവം നമുക്ക് നൽകുവാനിടയാകും. ആ ദൈവത്തിൻ്റെ സമയത്തിനായി, ദൈവിക ഉത്തരത്തിൻ്റെ നിമിഷത്തിനായി നമുക്ക് കാതോർത്ത് കാത്തിരിക്കുന്നവരാകുക. ആ തലത്തിൽ ദൈവശബ്ദം കേട്ട് സമാധാനമുള്ളവരായി മുൻപോട്ട് പോകേണ്ടതിന് നമുക്കൊരൽപ്പം വെയിറ്റ് ചെയ്യാം.
അങ്ങനെ മുൻപോട്ട് പോകാൻ ദൈവം നമുക്ക് കരുത്ത് നൽകട്ടെ, ബലം നൽകട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ചോദിച്ചിട്ട് ഉത്തരം കിട്ടാതെ മനസ്സുകൊണ്ട് തളർന്നിരിക്കുന്ന ജനത്തിനായി സ്തോത്രം. ദൈവശിക മറുപടി കിട്ടുവോളം വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകാതെ നിലനിൽപ്പാനുള്ള കൃപ ജനത്തിന് നൽകണം. നന്മ കൊണ്ടും അനുഗ്രഹം കൊണ്ടും ജനത്തെ നിറയ്ക്കണം, അത്ഭുതം ചെയ്യണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.